അത്ഭുത സിദ്ധികളുടെ ചരിത്രമുള്ള ഒരു പ്രദേശത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ വർത്തമാനം. സുനാമി വന്ന കാലഘട്ടത്തിലൊക്കെ എല്ലാ ഭാഗത്തും വെള്ളപ്പൊക്കവും അതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഭീമാവളിയുടെ ഭാഗത്ത് അങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അത്ഭുത സിദ്ധാന്തങ്ങളുടെയും കാരുണ്യത്തിന്റെയും പോരാട്ടത്തിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും എല്ലാം ചരിത്രം ഓർത്തെടുക്കുകയാണ് ഭീമാപള്ളിയിലെ മുതിർന്ന തലമുറ. ഇതാ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഭീമാപള്ളിയുടെ വർത്തമാനങ്ങളിലേക്ക്. അതെ, ലോകത്തിന്റെ നെറുകൈയിലേക്ക് ഒരു നാട് തന്നെ സഞ്ചരിക്കുന്നതിന്റെ നേർസാക്ഷ്യങ്ങളിലേക്ക്. ഏതൊരു പ്രദേശത്തിന്റെയും പരിവർത്തനം സാധ്യമാകുന്നത് ആ നാട്ടിലെ ജനങ്ങളുടെ ജീവിത നിലവാര സൂചിക മെച്ചപ്പെടുമ്പോഴാണ്. ലോകത്തോടൊപ്പം സഞ്ചരിക്കാൻ ആ നാട് പര്യാപ്തമാകുമ്പോഴാണ്. അവിടുത്തെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനുള്ള സംരംഭങ്ങൾ അവിടെ നിന്ന് തന്നെ തുടങ്ങുമ്പോഴാണ്. ലോകോത്തര നിലവാരത്തിലുള്ള ടെക്നോളജികൾ അവിടേക്ക് എത്തുമ്പോഴാണ്. അകത്തേക്ക് കയറുകയാണ്. ഭീമാപള്ളിയുടെ വീറുറ്റ ചരിത്രത്തെ ഓർമ്മിച്ചുകൊണ്ട് തന്നെ ലോകത്തോടൊപ്പം സഞ്ചരിക്കാൻ ഭീമാപള്ളിയെ പ്രാപ്തമാക്കുന്ന വർത്തമാനത്തെക്കുറിച്ച് വിവരിക്കാൻ. കേരളത്തിലെ 1064 ഗ്രാമങ്ങളാണ് IT-യുടെയും സ്റ്റാർട്ടപ്പിന്റെയും ഗ്രാമമായി മാറുന്നത്. ഈ 1064 ഗ്രാമങ്ങളിൽ ആദ്യത്തെ പട്ടികയിൽ ഇടം നേടാൻ സാധിച്ചു എന്നതാണ് ഭീമാപള്ളിയുടെ നേട്ടം. ടാൽറോപ്പാണ് ഭീമാപള്ളിയെ IT-യുടെയും സ്റ്റാർട്ടപ്പിന്റെയും ഗ്രാമമാക്കി മാറ്റുന്നത്. ഇതിനാവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് ഇവിടം കേന്ദ്രീകരിച്ചാണ്. അതെ, ഭീമാപള്ളിയിലെ ടാൽറോപ്പ് ഒരുക്കിയ ഈ വില്ലേജ് പാർക്ക് കേന്ദ്രീകരിച്ച് 941 ഗ്രാമപഞ്ചായത്തുകളിലും 87 മുനിസിപ്പാലിറ്റികളിലും 6 കോർപ്പറേഷനുകളിലുമായി സംസ്ഥാനത്തൊട്ടാകെ നിലവിൽ വരുന്ന ടാൽറോപ്പിന്റെ 1064 വില്ലേജ് പാർക്കുകളിലൂടെയാണ് കേരളത്തിലെ 1064 ഗ്രാമങ്ങൾ ടെക്നോളജിയുടെയും സ്റ്റാർട്ടപ്പിന്റെയും ഗ്രാമങ്ങളാകുന്നത്. നൂതന ടെക്നോളജിയുടെയും ഓൺട്രപ്രണർഷിപ്പിന്റെയും എഡ്യൂക്കേഷന്റെയും കമ്മ്യൂണിറ്റി എംപവർമെന്റിന്റെയും കേന്ദ്രമാണ് ഓരോ വില്ലേജ് പാർക്കുകളും. ഗൂഗിളും മൈക്രോസോഫ്റ്റും ആപ്പിളും ആമസോണും എല്ലാം വളർന്നു വന്ന ടെക്നോളജിയുടെയും സ്റ്റാർട്ടപ്പിന്റെയും ലോകത്തിന്റെ ആസ്ഥാനമെന്ന് വിശേഷിപ്പിക്കാവുന്ന അമേരിക്കയിലെ കാലിഫോർണിയ സ്റ്റേറ്റിലെ സിലിക്കൺ വാലി മോഡലിൽ കേരളത്തെ ടെക്നോളജിയുടെയും സ്റ്റാർട്ടപ്പിന്റെയും ഹെഡ്ക്വാർട്ടേഴ്സ് ആക്കി മാറ്റുകയാണ് ടാൽറോപ്പ്. ഈ ഒരു ദൗത്യത്തിന്റെ അടിസ്ഥാന ശിലകളാണ് 1064 വില്ലേജ് പാർക്കുകൾ. 1064 വില്ലേജ് പാർക്കുകൾക്കൊപ്പം 140 നിയോജക മണ്ഡലങ്ങളിലെ കോളേജുകളിൽ 140 ടെക്കീസ് പാർക്കുകൾ, സ്കൂളുകളിൽ 140 ഇൻവെന്റർ പാർക്കുകൾ, മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലുമായി 20 റീജിയണൽ ഓഫീസുകൾ, മറ്റ് 27 സംസ്ഥാനങ്ങളിലും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സ്റ്റേറ്റ് ഓഫീസുകൾ, 193 രാജ്യങ്ങളിലെ മാർക്കറ്റുകളിലും കേരളത്തിന്റെ സാന്നിധ്യം, ഇതിനായി വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇന്റർനാഷണൽ ഓഫീസുകൾ, ഇവയെല്ലാം അനവധി ആഗോള സംരംഭങ്ങൾ പിറവിയെടുക്കാൻ സഹായകമായ സിലിക്കൺ വാലി മോഡൽ കേരളത്തെ സൃഷ്ടിച്ചെടുക്കാൻ ടാൽറോപ്പ് ഒരുക്കി വരും. ലോകം വളരെ വേഗത്തിൽ സഞ്ചരിക്കുകയാണ്. അതിലേറെ വേഗത്തിൽ സഞ്ചരിച്ചാൽ മാത്രമേ ലോകത്തോടൊപ്പമെങ്കിലും എത്താൻ സാധിക്കൂ. ഭീമാപള്ളി അതിനുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുവരെ IT എഞ്ചിനീയർമാരും സംരംഭകരും ടെക് എക്സ്പേർട്ടുകളുമെല്ലാം ഭീമാപള്ളിയിലേക്ക് എത്തും. ഒപ്പം ഭീമാപള്ളി എന്ന പ്രദേശത്തിന്റെ സവിശേഷതകളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള സ്റ്റാർട്ടപ്പ് ആശയങ്ങളുമായി ഭീമാപള്ളി നിവാസികളായ ഓൺട്രപ്രണർമാർ, സ്കൂൾ കോളേജ് പഠന സമയത്തിന് ശേഷം ടെക്നോളജിയുടെയും സംരംഭക ലോകത്തെയും കൗതുകങ്ങളെ കണ്ടും അനുഭവിച്ചും പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഒപ്പം വിദേശ രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്ന, വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന, വിദേശത്ത് പഠിക്കുന്ന ഓരോ ഭീമാപള്ളി നിവാസി. ടാൽറോപ്പിന്റെ ഇന്റർനാഷണൽ ഓഫീസുകളുമായി കണക്ട് ചെയ്ത് പ്രവർത്തിക്കുന്ന
ഭീമാപള്ളിയിലെ വില്ലേജ് പാർക്കിലൂടെ ഭീമാപള്ളി പ്രദേശത്തെ തങ്ങൾ ബിസിനസ് ചെയ്യുന്ന, ജോലി ചെയ്യുന്ന, പഠിക്കുന്ന രാജ്യവുമായി ബന്ധിപ്പിക്കുന്നു. ഇതിനുള്ള പാലമായി ഭീമാപള്ളിയിലെ വില്ലേജ് പാർക്ക് മാറുന്നു. വില്ലേജ് പാർക്കിലൂടെ നിരവധി സ്റ്റാർട്ടപ്പുകളും ബിസിനസ്സുകളും അനവധി തൊഴിലവസരങ്ങളും ഭീമാപള്ളിയിലേക്ക് എത്തുന്നതിനൊപ്പം അഡ്വാൻസ്ഡ് ടെക്നോളജിയിലൂടെ പ്രദേശത്തിന്റെ സാർവോന്മുഖ മേഖലകളിലെ വികസനവും സാധ്യമാകും. ഭീമാപള്ളി, പൂന്തുറ, പുത്തൻപള്ളി, മാണിക്യവിലാകം, ഭീമാപള്ളി ഈസ്റ്റ് എന്നീ വാർഡുകൾ കേന്ദ്രീകരിച്ചാണ് വില്ലേജ് പാർക്കിന്റെ പ്രവർത്തനം നടക്കുക. തമിഴ്നാടും ആന്ധ്രാപ്രദേശും ഒക്കെ വലിയ ഫാക്ടറികളുണ്ട്. അതെന്തുകൊണ്ടാണ് അതുപോലുള്ള വ്യവസായങ്ങൾ കേരളത്തിൽ ഉണ്ടാകാത്തത്? ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിന്റെ ഭൂപ്രകൃതി അങ്ങനെ ഒരു ഭൂപ്രകൃതി അല്ല. കേരളത്തിൽ നമ്മളിപ്പോൾ വനങ്ങളും നദികളും മലകളും ഒക്കെ കഴിഞ്ഞാൽ, തീരദേശ പ്രദേശമൊക്കെ കഴിഞ്ഞാൽ ഒരു 35% ലാൻഡാണ് നമുക്ക് ഉപയോഗിക്കാനുള്ളത്. അവിടെയാണ് ഇത്രയും വലിയൊരു പോപ്പുലേഷൻ, ജനസംഖ്യ, ജനസാന്ദ്രത ഒക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും വളരെ കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ. ഒരു കമ്പനി വന്ന് ഒരു 500 ഏക്കർ വേണം, നാഷണൽ ഹൈവേക്ക് എടുത്ത് വേണം, അല്ലെങ്കിൽ പോർട്ടിനടുത്ത് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എടുത്തു കൊടുക്കാൻ ഒരു ഗവൺമെന്റിനും കഴിയില്ല. കാരണം 10 സെന്റ്, 20 സെന്റ്, 30 സെന്റ്, 50 സെന്റ് ഒരു ഏക്കറായിട്ട് ഇങ്ങനെ ആളുകളുടെ നിൽക്കുക. പക്ഷെ ഇപ്പോൾ തമിഴ്നാട് ഒരു 500 ഏക്കർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരാളെന്നോ അല്ലെങ്കിൽ 2 പേരെന്നോ ഒക്കെ അത് വാങ്ങിയെടുക്കാൻ കഴിയും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, നമുക്ക് അങ്ങനെ വിശാലമായി ഒഴിഞ്ഞു കിടക്കുന്ന ലാൻഡുകളില്ല. അപ്പോൾ വലിയ വ്യവസായങ്ങൾക്ക് പറ്റുന്ന മണ്ണല്ല നമ്മുടെ. പക്ഷെ നമുക്ക് എഡ്യൂക്കേഷനിൽ ഭയങ്കരമായ സാധ്യതയുണ്ട്. IT-യിൽ, സ്റ്റാർട്ടപ്പിൽ, ടൂറിസത്തിൽ, ഹെൽത്ത് കെയറിൽ, ഇവിടെയൊക്കെയാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ്. ഈ മേഖലകളിലെ സാധ്യതകളെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ കുടിൽ വ്യവസായങ്ങളെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ എത്തിക്കുന്ന തരത്തിലുള്ള ഒരു പുതിയ സംരംഭക അന്തരീക്ഷം ഇവിടെ ഉണ്ടായി വരണം. ടെക്നോളജി കണക്ട് ചെയ്തുകൊണ്ട് ലോകത്തെ മുഴുവൻ കണക്ട് ചെയ്യാൻ കഴിയുന്ന സൗകര്യങ്ങൾ നമുക്കുണ്ട്. കാര്യം ഹൈ സ്പീഡ് ഇന്റർനെറ്റ് കണക്ടിവിറ്റി എല്ലാ ഗ്രാമങ്ങളിലും ഉണ്ട്. നമ്മുടെ എയർപോർട്ട് സംവിധാനങ്ങൾ, എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട്. കേരളം ഒരു ഒറ്റ സിറ്റി ആയിട്ട് ഇങ്ങനെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കണക്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഇവിടുത്തെ സാധ്യതകളും കൃത്യമായിട്ട് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഓരോ യൂണിറ്റുകളായിട്ട് തിരിക്കണം കേരളത്തെ ടാൽറോപ്പ് ഒരു 1064 ഗ്രൂപ്പുകളായിട്ട് അല്ലെങ്കിൽ ചെറിയ യൂണിറ്റുകളായിട്ട് തിരിച്ചേക്കാം. ഈ ഒരു യൂണിറ്റിൽ ഇപ്പോൾ നമ്മളൊരു പഞ്ചായത്ത് നോക്കിയാൽ ഈ പഞ്ചായത്തിലേക്ക് മറ്റ് പഞ്ചായത്തുകളിൽ നിന്ന് ഇൻകം വരണം, മറ്റ് ജില്ലകളിൽ നിന്ന് ഇൻകം വരണം, മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് ഇൻകം വരണം, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇൻകം വരണം. അങ്ങനെ ഇൻകം വരുമ്പോഴാണ് സ്വാഭാവികമായിട്ടൊരു നാട് ഡെവലപ്പ് ആവുന്നത്. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ക്യാഷ് ആയി കഴിഞ്ഞാൽ അത് സ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന പരമാവധി സംവിധാനങ്ങൾ, അത് തിയേറ്റർ ആവട്ടെ, റെസ്റ്റോറൻറ്റ്സ് ആവട്ടെ, ഇങ്ങനെ നമുക്ക് ആളുകൾക്ക് ടെക്സ്റ്റൈൽസ് പോലുള്ള ക്യാഷ് സ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന, എക്കോണമിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ബിസിനസ് സംവിധാനങ്ങൾ നമുക്ക് ഒരുക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ താഴെ ലെവലിൽ സെക്യൂരിറ്റി ജോബ്സ് ആവട്ടെ, മെയ്ഡ് സർവീസസ് ആവട്ടെ, ഇങ്ങനെയുള്ള ജോബുകളും സമൂഹത്തിൽ ക്രിയേറ്റ് ആവും. അപ്പം വ്യക്തികൾക്ക് ജോബ് ഉണ്ടാവും, സമൂഹത്തിൽ മൊത്തത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും, എക്കോണമി ബൂം ചെയ്ത് നിൽക്കും, എല്ലാവർക്കും ക്യാഷ് ഉള്ളത് കൊണ്ട് തന്നെ ട്രാൻസാക്ഷൻസ് നടക്കും. അങ്ങനെ വരുമ്പോഴാണ് സമൂഹത്തിലെ തൊഴിലില്ലായ്മ ഉൾപ്പെടെ എല്ലാ പ്രോബ്ലത്തിനും പരിഹാരം കാണാൻ കഴിയുന്നത്. ഭീമാപള്ളിയിലേക്ക് എത്തിക്കേണ്ട നൂതന ടെക്നോളജികളെ കുറിച്ച് ഇവിടെ ഒരുമിച്ചിരുന്ന് ചർച്ചകൾ ചെയ്യുന്നു. ഭീമാപള്ളിയെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയിലേക്ക് എത്തിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നു. പുതിയ സ്റ്റാർട്ടപ്പ് ആശയങ്ങൾ പങ്കുവയ്ക്കുന്നു. സ്വാഭാവികമായും സംശയിക്കുന്നുണ്ടാകുമല്ലേ, എന്തിനു വേണ്ടിയാണ് ടാൽറോപ്പ് ഈ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ടാൽറോപ്പ് കേരളത്തിൽ സിലിക്കൺ വാലി മോഡൽ കൊണ്ടുവരുന്നതെന്ന് പറയാം. ആയിരക്കണക്കിന് കോടി വാർഷിക ടേൺ ഓവറുള്ള ലോകത്തിലെ നാനാദിക്കുകളിൽ നിന്നുമുള്ള അനേകായിരം പേർ ജോലി ചെയ്യുന്ന ഗൂഗിളും മെറ്റയും ടെസ്ലയും ആപ്പിളും പോലുള്ളൊരു ആഗോള കമ്പനി കേരളത്തിൽ നിന്നും സൃഷ്ടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ 2015 തിരുവനന്തപുരം പാങ്ങോട് എന്ന ഗ്രാമത്തിൽ നിന്നും പ്രതിഭാധനരായ ഒരു കൂട്ടം യുവാക്കൾ വളർത്തിയെടുത്ത, കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന, മറ്റ് സംസ്ഥാനങ്ങളിലും UAE ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലും ഓഫീസുകളുള്ള ടെക്നോളജി കമ്പനിയാണ് ടാൽറോപ്പ്. ടാൽറോപ്പിന് ആഗോള കമ്പനി എന്ന ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ അത്ര വലിയ ടാലന്റായ മാനുഷിക വിഭവശേഷി ഇവിടെ ഉണ്ടാക്കേണ്ടതുണ്ട്. 10,000 എംപ്ലോയീസിന് ജോലി ചെയ്യാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. എല്ലാ മേഖലകളിലും ടെക്നോളജിയെ സൊല്യൂഷനായി അവതരിപ്പിക്കുന്നതിന് കേരളീയ ജനത സമ്പൂർണ്ണ IT സാക്ഷരത കൈവരിക്കേണ്ടതുണ്ട്. ഇതെല്ലാം സാധ്യമാക്കുന്ന ഒരു ഇക്കോസിസ്റ്റം കേരളത്തിൽ ഒരുക്കിയെടുക്കുകയാണ് ടാൽറോപ്പ്. ആ ഇക്കോസിസ്റ്റത്തിന്റെ ഭാഗമാണ് വില്ലേജ് പാർക്കുകളും, ടെക്കീസ് പാർക്കുകളും, ഇൻവെന്റർ പാർക്കുകളും, റീജിയണൽ ഓഫീസുകളും, സ്റ്റേറ്റ് ഓഫീസുകളും, ഇന്റർനാഷണൽ ഓഫീസുകളും എല്ലാം. ഈ എക്കോസിസ്റ്റത്തിലൂടെയാണ് ഗൂഗിളും മെറ്റയും ടെസ്ലയും ആപ്പിളും പോലുള്ളൊരു ആഗോള കമ്പനി കേരളത്തിൽ നിന്നും ടാൽറോപ്പ് വളർത്തിയെടുക്കുന്നത്. അപ്പൊ ഇതിന് അനുയോജ്യമായ പ്രൈമറി ഇൻകം, ഓരോ നാട്ടിലേക്കും ഒരു പ്രൈമറി ഇൻകം സോഴ്സ് കൊണ്ടുവരാൻ കഴിയുന്ന വലിയ സംരംഭങ്ങൾ നാട്ടിൽ ഉണ്ടാകണം, ഗ്രാമങ്ങളിൽ ഉണ്ടാകണം.
ഇതാണ് ടാൽറോപ്പ് ഓരോ വില്ലേജ് പാർക്കുകളിലൂടെയും ലക്ഷ്യം വെക്കുന്നത്. അപ്പം ഭീമാപ്പള്ളിയിൽ ടാൽറോപ്പിൻ്റെ വില്ലേജ് പാർക്ക് വരുമ്പോഴേക്ക് ഈ ഭീമാപ്പള്ളി പരിസര പ്രദേശത്തെ ഓരോ വാർഡുകളെയും കണക്ട് ചെയ്ത് ഇവിടുത്തെ ആളുകൾക്ക് തൊഴിൽ ഉറപ്പുവരുത്തുന്ന അല്ലെങ്കിൽ ഇവരുടെ പുതിയ സ്റ്റാർട്ടപ്പുകളും ബിസിനസ് ആശയങ്ങൾ ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് എത്തിക്കുന്ന ഈ നാടിന് അനുയോജ്യമായ ബിസിനസ് സംവിധാനങ്ങൾ കൊണ്ടുവന്ന് ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ടാലന്റുകളെ റോപ്പ് ചെയ്ത് കണക്ട് ചെയ്ത് ആ ടാലന്റുകൾക്ക് ഒരു നല്ലൊരു ആവാസ വ്യവസ്ഥ ഒരുക്കി കൊടുത്ത് അമേരിക്കയിലെ കാലിഫോർണിയ സ്റ്റേറ്റിലെ സിലിക്കൺ വാലി ഉണ്ടായതുപോലെ ഒരു ടെക്നോളജിയുടെയും ഓണ്ടർപ്രണർഷിപ്പിന്റെയും ഹെഡ് ക്വാർട്ടേഴ്സ് ആക്കി അല്ലെങ്കിൽ ഒരു ആവാസ വ്യവസ്ഥ ഭീമാപ്പള്ളി പരിസര പ്രദേശത്ത് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ടാലന്റുകളിലൂടെ വിപ്ലവകരമായിട്ടുള്ള സ്റ്റാർട്ടപ്പുകളും ബിസിനസ്സുകളും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഈ സ്റ്റാർട്ടപ്പുകളിലൂടെയും ബിസിനസ്സുകളിലൂടെയും വ്യക്തികൾക്ക് ജോബും സമൂഹത്തിൽ പുതിയ ഇൻവെൻഷൻ, സമൂഹം നേരിടുന്ന പ്രോബ്ലത്തിനുള്ള പരിഹാരവും നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും. ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ടാൽറോപ്പ് 1064 വില്ലേജ് പാർക്കുകൾ കേരളത്തിൽ ഒരുക്കുന്നത്. അതിലൊരു വില്ലേജ് പാർക്ക് ഭീമാപ്പള്ളിയിലും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയെ അറിഞ്ഞുകൊണ്ട് പഠിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു ഇൻഡസ്ട്രി അക്കാഡമിക് ഗ്യാപ്പ് പരിഹരിച്ചു കൊണ്ടുള്ള ലോകം ആവശ്യപ്പെടുന്ന വിദ്യാഭ്യാസം നേടുന്നതിന് അവസരം ടാൽറോപ്പിൻ്റെ വില്ലേജ് പാർക്കിലൂടെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ടാൽറോപ്പിൻ്റെ വില്ലേജ് പാർക്ക് വഴി ഏറ്റവും നൂതനമായ സ്റ്റാർട്ടപ്പുകൾ, ബിസിനസ് തുടങ്ങിയ നിരവധി സംരംഭങ്ങളിലൂടെ നമ്മുടെ ഈ കൊച്ചു തീരദേശമായ ഭീമാപ്പള്ളി ലോകത്തോടൊപ്പം മുന്നേറാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. സ്റ്റാർട്ടപ്പ് ആവട്ടെ, ബിസിനസ് ആവട്ടെ, സംരംഭം തുടങ്ങുന്നതിനുള്ള അവസരങ്ങൾ ലഭിക്കുക, എല്ലാവിധ സപ്പോർട്ടും ലഭിക്കുക എന്നത് ആ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വികസന മുന്നേറ്റത്തിന് വഴി തുറക്കും. ഈ കാലഘട്ടത്തിൽ പുതുതലമുറയ്ക്ക് ഏറ്റവും അനിവാര്യമായ ആവശ്യമാണ് ആധുനിക രീതിയിലുള്ള വിദ്യാഭ്യാസവും വിജ്ഞാനവും പാകുക എന്നുള്ളത്. ടാൽറോപ്പിൻ്റെ വില്ലേജ് പാർക്കിലൂടെ ഈ പ്രദേശത്തെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസവും തൊഴിലവസരവും ലഭിക്കുന്നു എന്നുള്ളത് ഏറെ അഭിമാനകരവും സന്തോഷകരവുമാണ്. ഇവിടെ തങ്ങളുടെ സംരംഭക ആശയത്തിന് വിത്തും വളവും നൽകി പരിപോഷിപ്പിക്കുന്ന ന്യൂജൻ സംരംഭകരുണ്ട്. ടെക് ഡ്രിവൺ വേൾഡിലേക്ക് തങ്ങളുടെ വിദ്യാർത്ഥി സമൂഹത്തെ പ്രാപ്തരാക്കുന്നതിന് ട്രെയിനിങ് നേടുന്ന, തങ്ങളുടെ എക്സ്പീരിയൻസ് പുതുതലമുറയ്ക്കായി പങ്കുവെക്കുന്ന അധ്യാപകരുണ്ട്. സ്ഥിര വരുമാനം അന്വേഷിച്ചെത്തിയ നാട്ടിലെ സാധാരണക്കാരുണ്ട്. ടെക്നോളജിയുടെ സഹായത്തോടെ കുതിക്കാൻ ആഗ്രഹിക്കുന്ന കച്ചവടക്കാരും കർഷകരുമുണ്ട്. വിദേശത്ത് ബിസിനസ് ചെയ്യുന്നവരുണ്ട്. ചുരുക്കത്തിൽ സമൂഹം ഒന്നാകെയുണ്ട്. ആദ്യം പറഞ്ഞു തുടങ്ങിയ ഭീമാപ്പള്ളിയുടെ ചരിത്രവും പിന്നീട് കണ്ട വർത്തമാനവുമെല്ലാം ഇവിടെ ഒരുമിച്ചൊഴുകുകയാണ്. ഭീമാപ്പള്ളിയിൽ തുടക്കമിട്ട ഒരു പരിവർത്തന മാതൃകയുടെ പൂർത്തീകരണത്തിനായി. മറ്റൊരു പ്രദേശത്തിന്റെ പരിവർത്തന മാതൃകകളുമായി വീണ്ടും കാണാം. നന്ദി.